CBSE നീറ്റ് വിവാദങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ച് പാർലമെന്റ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി DG എന്നിവർക്കാണ് സമൻസ് അയച്ചത്. അതേസമയം CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ ഇന്ന് തുറക്കും. വിനിത വിജി വിവരങ്ങൾ ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല? ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ തീർപ്പാക്കിയിട്ടില്ല? പോർട്ടൽ ഇപ്പോഴും അതിനെ പ്രശ്നമുക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല? ആകെ മൊത്തം എങ്ങനെയാണോ അവസ്ഥ? ഗ്രൗണ്ട് സീറോയിൽ തന്നെ കിടക്കുകയാണ്. അതിനിടയിൽ അവർക്ക് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നോട്ടീസ് അയക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം. വിനീത. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് അമൃത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായത് വലിയൊരു ആശങ്കയും അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളുമൊക്കെ തന്നെയാണ്. ഏതാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പാർലമെന്ററി സമിതി യോഗം ചേരുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ടാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിന് മുൻപായിട്ടാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം സമൻസ് നൽകിയിരിക്കുന്നത്. ഈ പാർലമെന്റിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇത്തരത്തിലേക്ക് സമൻസ് നൽകിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, ഒപ്പം തന്നെ NTA DG എന്നിവർക്കാണ് സമൻസ് നൽകിയിരിക്കുന്നത്. ഇവരെ കൂടാതെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, CBSE ചെയർമാൻ എന്നിവർക്കും സമൻസ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നും നാളെയുമായി ചേരുന്ന യോഗത്തിൽ ഇവരോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമൻസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും ഇത്തരത്തിൽ യോഗം ചേർന്നപ്പോൾ ഈ NTA അധികൃതർ യോഗത്തിൽ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ ആ യോഗത്തിലാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നും നാളെയുമായി വീണ്ടും യോഗം ചേർന്നത്. ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങളൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിനോടകം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന യോഗം വിലയിരുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം തന്നെ അതിനോടകം ഈ CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള പോർട്ടൽ ഇന്ന് തുറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഈ സുതാര്യവും തടസ്സരഹിതവുമായ ഒരു പ്രക്രിയ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് CBSE അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ CBSEയുടെ ഓൺമാർക്ക് പോർട്ടലിലുണ്ടായ സൈബർ ആക്രമണം, അങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടായെന്ന് ഇന്നലെ CBSE തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.